കരൂർ ദുരന്തത്തിൽ ടി.വി.കെയ്ക്കും പോലീസിനും വിമർശനം. വിജയ് എത്താൻ വൈകിയതും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ മതിയായ പോലീസ് ഇല്ലാതിരുന്നതും അപകടത്തിന് വഴിവെച്ചു എന്നാണ് ദൃക്സാക്ഷികൾ 24-നോട് പറഞ്ഞത്. அஷ்மிகா 9 வயசுல ஒரு பொண்ணு காணுமா? தம்பிகளா கொஞ்சம் தேடி கண்டுபிடிச்சு கொடுத்துருங்க. போலீஸ் சார் ப்ளீஸ் ஹெல்ப் சார் ப்ளீஸ். கொஞ்சம் வழி விட்டுருங்க. போயிடுங்க. പോലീസുകാർ വളരെ കുറവായിരുന്നു. ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല. പുള്ളി അവിടെ നിന്ന് ഇവിടെ വരണ വരെ പുറത്ത് വന്ന് കൈ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത്, വേണമെങ്കിൽ മുകളിൽ വരണത്. അതുവരെ പുറത്ത് വന്നില്ല വിജയ്. അതാ പ്രശ്നം. ഭയങ്കര തിരക്കായിരുന്നു. ശ്വാസം വിടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരാകുമ്പോൾ തിരക്ക് കൂടി ആൾക്കാരെങ്കിലും ഇങ്ങനെ താഴോട്ട് വീണു. രക്ഷപ്പെട്ട് ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കറണ്ടിന് പോയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കറണ്ട് പോയില്ലെങ്കിലും വലിയ പ്രശ്നമായിരിക്കും. കാരണം അവിടെ കൊമ്പി കയറി മരത്തിൽ കയറി അല്ല ഷോക്ക് അടിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കും. കറണ്ട് ഓഫ് ചെയ്ത് നല്ലതാ. കുഞ്ഞുങ്ങളൊക്കെ പെണ്ണുങ്ങൾ ചെറിയ കുട്ടികളെല്ലാം താഴോട്ട് വീണു. ഭയങ്കര സംഭവമാണ്. അതില്ല, ഇതിപ്പോൾ ഒരാഴ്ചയിൽ 3ാമത്തെ പരിപാടിയാണ് കരൂരിൽ. സ്റ്റാലിൻ വന്നിട്ട് ഇപ്പോൾ പോയിട്ട് ഒരാഴ്ച 5 ദിവസമേ ഉള്ളൂ. എടപ്പള്ളി വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. അത് 2 ദിവസം ഇവിടെ പെർമിഷൻ കൊടുത്തു. പിന്നെ ഈ കപ്പാസിറ്റി ഈ സ്ഥലം പോരാ, സ്ഥലം വളരെ കമ്മിയാണ്. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ എല്ലാ പരിപാടികളും നടക്കുന്നത്. 2-3 പ്രാവശ്യം ഇതിനു മുന്നേ കഴിഞ്ഞ കൊല്ലം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ അപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ വന്നത് കുട്ടികൾ ഒക്കെ ആരും 18 വയസ്സ് മുതൽ കുട്ടികളല്ല, പകുതി പോലും അത്ര ഇല്ല. ബാക്കി എല്ലാം ചെറിയ കുട്ടികളാണ്. വിജയന്റെ ആരാധകർ അവരെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. രാഷ്ട്രീയമല്ല ഇത് മെയിനായിട്ട്. ഒക്കെ സ്കൂൾ കുട്ടികളും ഒക്കെ ആയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.